അപ്പം നമ്മുടെ നാട്ടിലെത്തിച്ചേർന്നു കേട്ടോ. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ രാജാക്കാട് എത്തിച്ചേർന്നു. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ എത്തിച്ചേർന്നത്. നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും നാട്ടിലെത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഫുഡായിരിക്കുന്ന പൊറോട്ട കഴിക്കാനായിട്ട് നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. എൻ്റെ മക്കൾക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വർഷത്തിലൊരിക്കലാണല്ലോ ഇതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ പൊറോട്ട കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് കരുതി കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഫുഡാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡുകളെല്ലാം നമുക്ക് ഇവിടെ നാട്ടിൽ വരുമ്പോൾ മാത്രമായിട്ട് നമ്മൾ വർഷത്തിലൊരിക്കൽ കഴിക്കുന്നത്, പ്രത്യേകിച്ച് പൊറോട്ട പോലുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ഇച്ചാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ കേക്ക് മുറിച്ച് ആഘോഷിക്കാം കേട്ടോ. ഇത് ഇച്ചാൻ്റെ അമ്മയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഇച്ചാൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാ വർഷവും നമ്മൾ ഈ ഒരു സമയത്ത് നാട്ടിലായിരിക്കും. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് സാധാരണ നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നുമില്ല, പിന്നെ എല്ലാവരുടെയും ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെറിയ രീതിയിൽ കേക്ക് മുറിച്ച കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, നമ്മുടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കുന്ന ചക്കപ്പുഴുക്കും മീൻകറിയും ഒക്കെ കൂട്ടി വൈകുന്നേരം നമ്മൾ ഫുഡും കഴിച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മക്കളൊക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും ഉണ്ട്. ഇവിടെ നല്ല തണുപ്പാട്ടോ. അപ്പോൾ നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടു ഇതേ മക്കളെയൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുക കേട്ടോ. അമ്മയ്ക്ക് ഇച്ചാന് വാരി കൊടുക്കുകയാണ്. ഒരുപാട് സന്തോഷമാണോ എല്ലാവരെയും നമ്മൾ ഒരു വർഷത്തിന് ശേഷമാണല്ലോ കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല തണുപ്പായതുകൊണ്ടാട്ടോ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പറ്റി. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.